ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഞങ്ങൾ ബോണ്ട എന്ന് പറയും, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടംപൊരി എന്ന് പറയും. കണ്ടു നോക്കാം. ഞാൻ മൈമ സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. നമ്മുടെ ഈ ബോണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 225 ഗ്രാം ശർക്കരയാണ്. 1 കപ്പ് നിറച്ചെടുക്കുക. ഇതേപോലെ പൊടിച്ചിട്ട് നിറച്ചെടുക്കുക. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർക്കാം. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അലിയിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഉണ്ട ശർക്കരയാണ്, അത് പൊടിച്ചെടുത്തേക്കുന്നത്. അതിന് പകരം നമുക്കിപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ജാഗറി പൗഡർ കിട്ടും. അതാണെങ്കിൽ ഇതേപോലെ ഡയറക്റ്റ് പൗഡർ ഒരു 3/4 കപ്പ് എടുത്താൽ മതിയാവും. ശർക്കര മെൽറ്റായിട്ട് ഫുൾ മെൽറ്റായി ഒന്ന് നല്ലതായിട്ടൊരു ബോയിൽ വരുമ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്യാം. ഒരു നൂൽ പരുവ് ആവാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ബോളിലേക്ക് തന്നെ അരിച്ചൊഴിക്കാം. നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ശർക്കര മെഷറിംഗ് കപ്പിൽ അളന്ന് നോക്കിക്കാൻ ഒരു 3/4 കപ്പ് ഉണ്ടാവും. അത്ര എടുത്ത് വെച്ചേക്കുന്നത്. ഇനി അത് കൂളാവണം. നമുക്ക് ആ സമയം കൊണ്ട് പഴം അടിച്ചെടുക്കണം. പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പാളയംകോടൻ പഴമാണ്, മൈസൂർ പഴം എന്നൊക്കെ പറയും. നല്ല പഴുത്ത പഴം ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടാറിയ ശർക്കര അതിനകത്തേക്ക് ചേർക്കണം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇട്ടും ഉണ്ടാക്കാം. വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു പരുവം കിട്ടി. നമ്മൾ ഇതിനകത്തേക്ക് ഫ്ലേവറിങ് ഏലക്കാപ്പൊടി ഇടാം, അല്ലെങ്കിൽ ജീരകം പൊടി ഇടാം. ഞാൻ ഇടുന്നത് ജീരകമാണ്. ഒരുപാട് അരയുണ്ട്, അതുകൊണ്ട് ഈ സമയത്തൊന്ന് ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ നിറച്ച് ജീരകം എടുക്കാം, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്യുക. ഒരുപാട് അരയാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. മതിയോ? ഈ ഒരു പരുവത്തിൽ കിട്ടി. നമുക്ക് ബാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് ഈ ബോളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ പഴവും ശർക്കരയും കൊണ്ടുള്ള മിക്സ്ചറിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് പല വേരിയേഷൻ ഉണ്ട്. ചിലതിനകത്ത് നെയ്ക്കകത്ത് തേങ്ങ വറുത്ത് ചേർക്കും, ചിലർ എള്ള് ചേർക്കും. പല സ്ഥലത്തും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാനൊന്നും ചേർക്കുന്നില്ല. നമ്മൾ തേങ്ങാപ്പീര ചേർക്കും. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ചില സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും. ഈ പഴവും ശർക്കരയുടെ മിക്സർ ഇനഫ് ആയിരിക്കത്തില്ല. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടി വരും. അതിലേക്കൊരു 1/3 കപ്പ് തേങ്ങാപ്പീരയും കൂടെ ചേർക്കുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ഇതിന് സിൽവറി ഉണ്ടാന്നായിരുന്നു പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരെന്നറിയില്ല, പക്ഷേ അതിന് പറയുന്ന പേര് സിൽവറി ഉണ്ടാന്നായിരുന്നു. ഞങ്ങളുടെ ഫേവറേറ്റ് 4 മണി പലഹാരങ്ങളിൽ ഒന്നായിരുന്നു സിൽവറി ഉണ്ട. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇതിപ്പോൾ കൂടുതൽ കട്ടിയാ, കുറച്ചുകൂടെ അയയണം. നമ്മുടെ പഴത്തിൻ്റെ വലുപ്പം ഒക്കെ വെച്ചിട്ട് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. എപ്പോഴും ഇതിൻ്റെ ടെക്സ്ചറാണ് നോക്കണ്ടേ. ആ ടെക്സ്ചർ നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ. കുറച്ചും കൂടെ ഒന്ന് അയക്കണം. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുമല്ലോ, അപ്പോഴത്തേക്ക് ഇതിൻ്റെ ടെക്സ്ചർ ഒന്നുകൂടെ മാറും. അതുകൊണ്ടാണ് ഇച്ചിരി അയന് തന്നെ എടുക്കുക.
ഈ ഒരു പരുവം മതിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു അയവില എടുത്തേക്കുന്നത് ഇത് മതിയാവും. ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ, 1 ടീസ്പൂൺ നെയ്യ് എടുത്ത് വെച്ചേക്കുന്നത് അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. നെയ്യ് ചേർക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം. 1 ടീസ്പൂൺ മതി. ഇത് കവർ ചെയ്ത് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇത് 2 മണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ചിരുന്ന മാവാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 അതിൽ കൂടുതൽ സമയം എടുത്താലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ 4 മണിക്കത്തേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉച്ച സമയത്ത് 12 മണിക്കൊക്കെ കുഴച്ച് വെച്ച ശേഷം 4 മണിക്ക് ഉണ്ടാക്കിയാലും നല്ലതാണ്. ഡീപ്പ് ഫ്രൈ ആണല്ലോ, അപ്പോൾ നന്നായിട്ട് എണ്ണ വേണം. എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. ഇവിടെ എണ്ണ ചൂടായി. നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച ശേഷം വേണം ഇത് ഇടാനായിട്ട്. കയ്യിൽ ഇച്ചിരി വെള്ളം ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് കുറേശ്ശെ ഡോ എടുത്ത് അതേപോലെ ബോളാക്കുക. സ്പേസ് ഉള്ള അനുസരിച്ചിട്ടിടാം. ഇതിനകത്തൊരു 3-4 എണ്ണമൊക്കെ ഒരുമിച്ചിടാം. കുറച്ചുകൂടെ അടുത്തൂടെ ചെയ്യാം. ചെറുതാക്കാം, വലുതാക്കാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വലിപ്പം കൂട്ടാം. ഫ്രൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇരുമ്പായതുകൊണ്ട് ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ്, അല്ലെങ്കിൽ ഒരു മീഡിയം ലോ ആ രീതി വേണം ഫ്രൈ ചെയ്യാൻ. ഇതിന് ഇരുന്നൊരു കുക്കിംഗ് ഉണ്ട്, അപ്പോൾ അത് കണക്കാക്കി ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ പക്ഷെ നമ്മൾ കൂടുതൽ കളറാക്കി എടുക്കുക. ഇത് ഇരിക്കുമ്പോൾ ഇച്ചിരി ബ്ലാക്ക് ആവും. ഈ ഒരു പരുവാകുമ്പോൾ എടുക്കുക. എപ്പോഴും ഒരെണ്ണം കട്ട് ചെയ്തൊന്ന് ചെക്ക് ചെയ്യുക. നടുക്ക് വേവാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ ഒരുമിച്ചിട്ട് എന്നിട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്യുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കൈ നന്നായിട്ട് നനയ്ക്കുക. എന്നിട്ട് വേണം മാവ് എടുത്ത് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഉണ്ടംപൊരി അല്ലെങ്കിൽ ബോണ്ട എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഈ അളവിൽ നമുക്കൊരു 13 എണ്ണമാണ് കിട്ടുക. ടെക്സ്ചർ കാണിച്ചു തരാം. ചൂടാണ്, നല്ല സോഫ്റ്റാണ്. അകം നല്ല സോഫ്റ്റും പുറത്ത് നല്ലൊരു ക്രിസ്പി ടെക്സ്ചറാണ് വരിക. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ പുറം പെട്ടെന്ന് ബ്രൗൺ ആകും, അകം വേവാണ്ടേ ഇരിക്കും. അപ്പോൾ എപ്പോഴും ഓർക്കുക, എണ്ണയിലേക്ക് ഇടുമ്പം നല്ല ചൂട് വേണം. പക്ഷെ അതിനുശേഷം തീ കുറച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം പുറത്തൊരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ മാത്രമേ എടുക്കുക. അപ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആകത്തുള്ളൂ. ഇത് നമ്മൾ പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ കളറിലൊരു വ്യത്യാസം ഉണ്ടാവും. ഇച്ചിരി ഒരു ലൈറ്റർ കളറായിരിക്കും. ഈ അകത്തുള്ള കളർ ഇച്ചിരി ലൈറ്റർ ആയിരിക്കും. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.